ഹലോ എവരിവൺ, ഏവർക്കും ഒരു ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. സത്യം പറഞ്ഞാൽ ന്യൂ വീഡിയോ അല്ല, നമ്മൾ ലാസ്റ്റായിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോയുടെ പാർട്ട് 2 ആണ്. സോ ഏതാണ് ആ വീഡിയോ? നമ്മൾ സിൽവർ സ്റ്റോമിലാണ് ലാസ്റ്റായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. സോ സിൽവർ സ്റ്റോമിൽ നമ്മൾ പോയതിൻ്റെ പാർട്ട് 1 ആയിരുന്നു. അത് പാർട്ട് 2ലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. സോ സിൽവർ സ്റ്റോമിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ നമ്മൾ കുറേ പാർട്ട് 1 കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ നമ്മൾ അവിടെ എൻഡ് ചെയ്തത് നമ്മുടെ നൈറ്റ് ആയപ്പോൾ നമ്മൾ എൻഡ് ചെയ്തു. പിന്നെ നമ്മൾ എവിടെയാണ് സ്റ്റേ ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. സോ ഏവർക്കും സ്വാഗതം ചെയ്യുന്നു. സോ ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. നമ്മൾ സിൽവർ സ്റ്റോമിലൊക്കെ പോയിട്ട് നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോൾഗാട്ടി ഐലൻഡ് റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. വളരെ നല്ല നാച്ചുറൽ ആംബിയൻസ് ഉള്ള ഒരു നാച്ചുറൽ അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു അടിപൊളി പ്ലേസാണ്. നമുക്ക് ബോൾഗാട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പലർക്കും ഫെമിലിയർ ആയിരിക്കാം, കാരണം ഫിലിം ഷൂട്ടിങ്ങും ഒക്കെ നടക്കുന്ന സ്ഥലമൊക്കെയാണ്. ഒരു അടിപൊളി പ്ലേസാണ്. എന്തായാലും നമുക്ക് റൂമിൻ്റെ കാര്യത്തിലേക്കൊക്കെ വരുമ്പോൾ റൂമിൽ നമുക്കൊന്നും പ്രത്യേകിച്ച് നമ്മുടെ സാധാ റൂം പോലെ തന്നെയാണ്. ബട്ട് ഇൻ ദ ബാൽക്കണി, നമ്മൾ ബാൽക്കണിയിലേക്കുള്ള കാര്യം വരുമ്പോഴാണ് ആ ഒരു റൂമിൻ്റെ ഒരു ഭംഗി, ഈ ഒരു റിസോർട്ടിൻ്റെ ഭംഗി വരുന്നത്. സോ നമുക്ക് പറയുന്ന പോലെ തന്നെ ഞാൻ, പാപ്പ, ഉമ്മ, പിന്നെ റോഷനി ഇവരൊക്കെയാണ് കേട്ടോ നമ്മളുള്ളത്. സോ അത്രയും നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് എനിക്ക് ഈ ഒരു റിസോർട്ടിൽ വന്നിട്ടുള്ള എക്സ്പീരിയൻസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം. സോ ഇതാണ് നമ്മുടെ ഈ ഒരു റൂമിൽ നിന്ന് ഉള്ള നമ്മുടെ വ്യൂ എന്ന് പറയുമ്പോൾ. റോഷൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. റോഷന് നല്ല ഈ വ്യൂ ഒക്കെ ആസ്വദിച്ചിരിക്കുക കേട്ടോ. പിന്നെ കുറേ കാലമായില്ല നമ്മൾ വീഡിയോയിലൊക്കെ വന്നിട്ട് എന്താണെന്ന് വെക്കുമ്പോൾ നമ്മൾ സ്കൂളിലായിരുന്നു, ക്രിസ്മസ് എക്സാം ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ മോർണിംഗുകളായിട്ട് നമ്മൾ കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ടില്ല. മോർണിംഗത്തെ കാര്യമാണ് കേട്ടോ കാണിക്കുന്നത്. ഇപ്പോൾ 9 AM ആയിട്ടുണ്ടാകും. അപ്പോൾ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇതാണ് കേട്ടോ ഒരു ഹാളാണ്. സോ ഞാൻ മോർണിംഗ് ആയതുകൊണ്ടാണ് എൻ്റെ ഫേസൊക്കെ ഇങ്ങനെ നല്ലൊരു ഇതിലാണ്, ഉറക്കത്തിൻ്റെ ഒരു സ്ലീപ്പി മൂഡിലാണ്. സോ ഇതാണ് നമ്മളെ ആ ഒരു റെസ്റ്റോറൻറ്റ് ഹാൾ എന്ന് പറയുമ്പോൾ. എല്ലാവിധ ഫുഡും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. പിന്നെ സ്വിമ്മിംഗ് പൂളിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സ്വിമ്മിംഗ് പൂൾ നമുക്ക് കിഡ്സിനും അഡൾട്ടിനുമായിട്ട് വേറെ സെക്ഷനായിട്ടാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടില്ല. നമുക്കുള്ള എക്സ്പീരിയൻസിൽ നല്ല അടിപൊളി സർവീസും കാര്യങ്ങളൊക്കെയാണ്. ഒരു 5 സ്റ്റാർ അപ്പം അവന് ഫുൾ ഹാപ്പിയാണ്. അവന് ഗ്രൗണ്ടിലും അവിടെ ഓടി നടക്കുകയാണ്, വളരെ ഹാപ്പി ആയിട്ടാണ്. ഹായ് ഷാനു, ഹായ് പറ. ഹായ്. ഓക്കെ, സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്കൊരു ചെറിയൊരു പാർക്കുണ്ട്, കിഡ്സ് പാർക്ക് ഉണ്ട്. പിന്നെ അവിടെ ഓരോരോ ഹാളും കാര്യങ്ങളും എല്ലാം അതുണ്ട്. പക്ഷെ പിന്നെ ഞാനിവിടെ കണ്ടൊരു സ്ഥലമാണ്, നാലുകെട്ട് എന്നുള്ള പറഞ്ഞ സ്ഥലമാണ് തോന്നുന്നു. സോ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ പപ്പ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു എന്താണ് ഈ നാലുകെട്ട് എന്നുള്ളതൊക്കെ. പക്ഷേ പിന്നെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗായ്സ്. ഇതാണ് നല്ല മഴയായിരുന്നു. പിന്നെ ഇത് ബ്രിട്ടീഷിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് ഒരു 99 തോന്നുന്നു അങ്ങനെ ബ്രിട്ടീഷിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് വന്നു. സോ ഇതൊക്കെ ഇതിൻ്റെ ഹിസ്റ്ററി ഒക്കെ നമുക്ക് ഔട്ട് സൈഡിലൊരു ബോർഡ് ഉണ്ടായിരുന്നു, അവിടെ ഒക്കെ നമുക്ക് നോട്ട് ചെയ്തിട്ട് ഡെഫിനറ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ കണ്ടോ, ഇതാണ് നമ്മുടെ ബോൾഗാട്ടി പാലസിൻ്റെ ഇൻസൈഡ് എന്ന് പറയുമ്പോൾ. എനിക്ക് ആദ്യം കണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആയിരുന്നു, കാരണം ഞാൻ കുറേ ഫിലിംസിൽ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളെ
മൈ ബോസ് എന്നുള്ള ഫിലിംസിലൊക്കെ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ ഈ ഒരു പാലസ് തന്നെയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുമ്പോൾ എനിക്ക് റിസോർട്ടിൽ വന്നാൽ തന്നെ വൺ ഓഫ് ദ കുറച്ച് ഇൻട്രസ്റ്റിംഗ് പാർട്ടാണ് ഇതെന്ന് പറയുമ്പോൾ. കണ്ടോ, മഴ ഒതുങ്ങിയപ്പോഴാണ് വന്നത്. ബോൾഗാട്ടി പാലസും അതിൻ്റെ സറൗണ്ടിങ്സിലുള്ള വിശേഷങ്ങൾ പറഞ്ഞാലും തീരുന്നില്ല. അത്രയും ഹിസ്റ്ററിയും അത്രയും വിശേഷങ്ങളുണ്ട് ഈ ഒരു ബോൾഗാട്ടി പാലസിനെ കുറിച്ച് മാത്രമായിട്ട്. പക്ഷെ ഞാൻ കുറേ വീഡിയോസ് ഇത് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിന് ഞാൻ കുറച്ച് വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല, എൻ്റെ ഒപ്പീനിയനിൽ നാച്ചുറലായിട്ടുള്ള അറ്റ്മോസ്ഫിയറിലൊക്കെ വളരെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ആണ് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മളിതാ അത്രയും നമ്മൾ ഇവിടെ നമ്മൾ ഈ ഒരു ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മളിതാ റൂം വൊക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ നെക്സ്റ്റ് ഡേ ആണ് റൂം വൊക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ നമ്മളുടെ വീഡിയോ ഇവിടെ തീരുന്നില്ല, നമുക്ക് ഇനിയും കുറേ വിശേഷങ്ങൾ ഇവിടെ ഉണ്ട്. സോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ആതിരപ്പള്ളി വാട്ടർഫോളിൻ്റെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒന്ന് നോക്കിയോളൂ. ഒരു ചെറിയൊരു സീനറിയാണ്. നെക്സ്റ്റ് നമ്മളിതാ എത്തിയിരിക്കുന്നത് നമ്മുടെ ലുലു മാളിലാണ് കേട്ടോ. സോ ലുലു മാളിലാണ് നമ്മൾ പാർക്കിങ്ങിലാണ്. സത്യം പറഞ്ഞാൽ ലുലു മോൾക്ക് ഇതുവരെ വന്നിട്ട് ലുലു മോൾ ഇത്ര ഫ്രീ ആയിട്ട് കാണുന്നത് ഇപ്പോഴാട്ടോ.
സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ബില്ല് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിത് കുറേ യാത്ര ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഇന്ന് നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ലോങ് ട്രിപ്പായിരുന്നു. സിൽവർ സ്റ്റോം, ബോൾഗാട്ടി റിസോർട്ട്, പിന്നെ നമ്മുടെ ലുലു മാൾ, അങ്ങനെ ഒരു ലോങ് ട്രിപ്പായിരുന്നു. എന്തായാലും ഇനി നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും ബൈ. അതിനു മുമ്പ് നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.